ഷോർട്ട് സീരീസിൻ്റെ പാർട്ട് 2 ആയാലോ? അപ്പോൾ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? പക്ഷേ ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി ആദ്യം അതിൽ ഒറ്റയ്ക്ക് ആക്റ്റീവായി, പിന്നെ 30 പേരുള്ളൊരു ഗ്രൂപ്പായി ഞങ്ങൾക്ക് ഒരുപാട് നല്ല കണ്ടന്റുകൾ സമ്മാനിച്ചു. അങ്ങനെ ഇപ്പം ആ പേജ് ഒരുപാട് ഫോളോവേഴ്സുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജായി മാറി. സന്തോഷം തോന്നില്ലേ? തീർച്ചയായും. സത്യത്തിൽ ഇവിടെ ഇരിക്കുന്ന 30 പേരും ഇതേപോലെ കഴിവുകളുണ്ടായിട്ടും പൊക്കം കൂടുതലാണ്, പൊക്കം കുറവാണ്, മെലിഞ്ഞാണ് ഇരിക്കുന്നത്, തടി കൂടുതലാണ് എന്നുള്ള പേരിൽ ഒരുപാട് ചാൻസസ് മിസ് ചെയ്തവരാണ്. സത്യത്തിൽ ഞങ്ങളുടെ ഓരോ അനുഭവങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഇതേപോലെ സ്ക്രിപ്റ്റ് എഴുതി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ടീമൊത്തുള്ള ഈ ഇൻ്റർവ്യൂ ഞങ്ങളുടെ ഫസ്റ്റത്തെ അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ കാണുന്നത്. ഓഹോ, പക്ഷേ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങാൻ ആരായിരുന്നു ഇൻസ്പിറേഷൻ? സത്യത്തിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങാമെന്ന് പറഞ്ഞത്. മാത്രമല്ല ഞങ്ങളുടെ ഓരോ അനുഭവങ്ങളും ഇത്ര മനോഹരമായ സ്ക്രിപ്റ്റാക്കി തന്നിരുന്നതൊക്കെ ആ ചേച്ചിയായിരുന്നു. എന്നെക്കാട്ടി മൂത്തത്, അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയെന്ന് വിളിക്കുന്നത്. പിന്നെ എഡിറ്റിംഗ് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയെടുത്തിരുന്നത് ആ ചേച്ചിയായിരുന്നു. പിന്നെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടി എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ ആയിരുന്നു ആ ചേച്ചി. ആണോ? ഗ്രേറ്റ്. എന്നിട്ടെന്താ ചേച്ചി ഇൻ്റർവ്യൂവിന് കൊണ്ടുവരാതിരുന്നത്? ചേച്ചി ഇപ്പം ഞങ്ങളോടൊപ്പം ഇല്ല. 6 മാസങ്ങൾക്ക് മുന്നേ ഒരു കാർ ആക്സിഡൻറ്റിൽ ചേച്ചി ഞങ്ങളെ വിട്ടുപോയി. ഓ സോറി, എനിക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിലുണ്ടാവും.